അസ്സലാമലൈക്കും മക്കളെ, നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ? ഇന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അത് മുത്താറിയാണ്. നമ്മളെ എല്ലാ സ്ഥലത്തും എന്തെന്നാണ് പറയലെന്ന് അറിയില്ല മക്കളെ. നമ്മളിവിടെ മുത്താറി എന്ന് പറയും, രാഗി എന്ന് പറയലുണ്ട് ഇതിനെ. അപ്പം മുത്താറി എന്നാണ് നമ്മളിവിടെ പറയല്. അതുകൊണ്ട് നമുക്കിത് ഒതുക്കിയിട്ട് പാലെടുക്കണം. ഇനി നമുക്ക് മുത്താറി പുഡിങ്ങിൻ്റെ വീഡിയോ കാണാം. അപ്പം നമുക്ക് പുഡിങ്ങിൻ്റെ തുടങ്ങാം. അതിന് ഫസ്റ്റ് തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് പശു നെയ്യ് ഇടുന്നുണ്ട്, അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായി ഒന്ന് നന്നായി ഇതൊന്ന് കോരിയെടുക്കാം. നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇനി നമുക്ക് മുത്താറിന്റെ പാലെടുക്കുന്നത് കാണാം. ഇതൊരു 1/4 കിലോ മുത്താറിയാണ്. ഒരു മുറി തേങ്ങ, ഒരു 3 ഏലക്കായ് ഞാൻ ഇടുന്നുണ്ട് ഇതിലേക്ക് കേട്ടോ. 3 ഏലക്കായ്, ഒരു മുറി തേങ്ങ. ഇത് രണ്ടും കൂടി ഒതുക്കിയിട്ടാണ് നമ്മൾ പാലെടുക്കേണ്ടത്. അങ്ങനെ ഞാനിപ്പോൾ പാലെടുത്തത് അരിക്കണം. തേങ്ങാപ്പാലും മുത്താറിയും എല്ലാം കൂടിയിട്ട് ഒന്നായിട്ട് ഇട്ടിട്ട് അരച്ചത് നന്നായിട്ടൊന്ന് ഇത് അരിച്ചെടുക്കണം. നന്നായി ഒന്ന് ഗ്യാസ് കുറച്ചിട്ട് ഒന്ന് ഇളക്കണം. എല്ലാവരും പുരക്കും ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ മക്കളെ. എന്താന്ന് പറഞ്ഞാൽ നല്ല വെല്ലും മുത്താറിയും രക്തം കൂടാൻ ഫസ്റ്റാണ്. നമ്മൾ ഡോക്ടറെല്ലാം പരിശോധിച്ചാൽ ഫസ്റ്റ് എന്നോട് എത്രയോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കുറച്ച് മുത്താറിയും വെല്ലം എല്ലാം കുറുക്കി കുടിച്ചാൽ നിങ്ങൾക്ക് രക്തം കൂടുന്നു. അതുമാതിരി എല്ലാ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവരും ഇത് കഴിച്ചു നോക്കും. ഇങ്ങനത്തെ 4 കഷ്ണം വെല്ലം ഞാനിവിടെ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. 4 കഷ്ണം വെള്ളം നന്നായി ഇത് ഉരുക്കി അരിച്ചെടുക്കണം, അല്ലെങ്കിൽ പൊയ്യും കച്ചറയിലും ഉണ്ടാവും. അപ്പോൾ അരിച്ചെടുക്കണം നമുക്ക്. ഇത് നന്നായി ഉരുകട്ടെ. അപ്പോൾ വെല്ലം ഉരുകി അങ്ങനെ ഞാൻ ഇതാ ഇരിക്കുന്ന കച്ചറ ഉണ്ടാവും ഇതിൽ, അതെല്ലാം ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ കച്ചറ കണ്ട. ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കാം. ഗ്യാസ് കുറച്ചിട്ട് വേണം നമ്മൾ ഇളക്കാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. അതിലേക്ക് ഒരു സ്പൂണ് പശു നെയ്യും കൂടി ഞാൻ ഇടുന്നുണ്ട്. നന്നായി ഒന്നിത് ഇളക്കാം. നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് പശു നെയ്യ് ഇടുന്നുണ്ട്. ഇതിലേക്കാണ് ഒഴിച്ച് വെക്കുന്നത് മുറിക്കാൻ. പിന്നെ നമുക്കിത് ഇതിലേക്ക് പോർന്ന് വെക്കാം സെറ്റാകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ട് അത് നല്ല ഇതിൽ ഇട്ട് കൊടുക്കാം.
ആയിട്ടുണ്ട് മക്കളെ. അങ്ങനെ നമുക്കിത് തിന്ന് നോക്കാം. സൂപ്പർ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ വീഡിയോ കാണണം മക്കളെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മക്കളെ. നിങ്ങൾ വീണ്ടും ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരാം മക്കളെ. അസ്സലാമു അലൈക്കും.